Good morning, dear students. Today, our discussion topic is John Stuart Mill and his idea of utilitarianism. We already discussed the idea of utilitarianism that coined by Jeremy Bentham and his theory of utilitarianism, philosophic calculus. So, today we are going to discuss about John Stuart Mill, how modified Bentham's theory on utilitarianism and its principle. So today we are going to discuss about John Stuart Mill. J.S. Mill was born in London and was the son of James Mill. ജെയിംസ് മില്ല് ജനിക്കുന്നത് ലണ്ടനിലാണ്. ജെയിംസ് മില്ല് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ജെയിംസ് മില്ല് എന്നാണ്. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിലോസഫർ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹിസ് ഫാദർ ജെയിംസ് മിൽ വാസ് ആൻ ഐഡിയോളജിസ്റ്റ് ആൻഡ് റോട്ട് ഫേമസ് ബുക്ക് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ ഫാദർ എഴുതിയ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫാദർ ബ്രിട്ടീഷ് ഇന്ത്യയെക്കുറിച്ചൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ജെയിംസ് മിൽ നെവർ അറ്റൻഡഡ് സ്കൂൾ ആൻഡ് വാസ് ഗിവൺ റിഗറസ് ട്രെയിനിങ് ബൈ ഹിസ് ഫാദർ ആൻഡ് ബെന്താം അറ്റ് ഹോം ഓൺലി. അതായത് ജെയിംസ് മില്ല് സ്കൂളിലോ മറ്റൊന്നും പോയിട്ട് പഠിച്ചിട്ടുള്ള ആളല്ല. പകരം അദ്ദേഹം സെൽഫ് ട്രെയിനഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പിതാവിൻ്റെ കീഴിൽ വിദ്യാഭ്യാസിക്കുകയും പിന്നീട് ഓരോ ഗ്രീക്ക് പൊളിറ്റിക്കൽ ഫിലോസഫിയും മോഡേൺ ഫിലോസഫിയൊക്കെ പഠിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ഏകദേശം ഒരു 10-18 യുവാവായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പ്രധാനപ്പെട്ട ഒരു റൈറ്റർ ഓൺ പൊളിറ്റിക്കൽ ഫിലോസഫി, അദ്ദേഹം പൊളിറ്റിക്കൽ ഫിലോസഫിയിലെ പ്രധാനപ്പെട്ട ഒരു റൈറ്ററായിട്ട് മാറി. He was living at a time when horrible side effects of industrial revolution in the shape of extreme exploitation on the vast multitude of working class was clearly visible. അപ്പോൾ അദ്ദേഹം ജീവിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തിയിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരുപാട് ഇനീക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ അദ്ദേഹം ബോധേഡായിരുന്നു. അപ്പോൾ ഇനി ജെയിംസ് മില്ല് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ തിയറി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയുന്നത്. ജെയിംസ് മിൽ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഗ്രീക്ക് ഫിലോസഫി വിച്ച് ഹി റെഡ് ആസ് എ ചൈൽഡ്. അദ്ദേഹം ചെറുപ്പത്തിലെ ഗ്രീക്ക് ഫിലോസഫി മറ്റൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ അത് ഗ്രീക്ക് ഫിലോസഫി തന്നെയായിരുന്നു. ബെന്താംസ് യൂട്ടിലിറ്റേറിയനിസം ഹാഡ് എ വാസ്റ്റ് ഇമ്പാക്റ്റ് ഓൺ ഹിം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങൾക്ക് വിധേയമാക്കിയ മറ്റൊരു തിയറി എന്ന് പറഞ്ഞാൽ ബെന്താമിൻ്റെ യൂട്ടിലിറ്റേറിയനിസം ആയിരുന്നു. അത് അദ്ദേഹത്തിൽ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ബെന്താമിൻ്റെ യൂട്ടിലിറ്റേറിയനിസെ അതിയായി സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ് ജെയിംസ് മില്ല്. മിസ്സിസ് ടൈലർ ലേറ്റർ ഓൺ ഹിസ് വൈഫ് ഹാഡ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ഹിം. മിസ്സിസ് ടൈലർ എന്നുള്ള ഒരു സ്ത്രീയായിരുന്നു ജെയിംസ് മില്ലിൻ്റെ വൈഫ്. അവരുടെ ചിന്തകൾ ജെയിംസ് മില്ലിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹ്യൂമാനിറ്റേറിയൻ റൈറ്റേഴ്സ് ലൈക്ക് റസ്കിൻ ആൻഡ് കാർലി. ഹിസ് ഫാദർ എ ട്രൂ ഡെമോക്രാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ഹിസ് വ്യൂസ് ഓൺ ഡെമോക്രസി. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ വിവിധ എഴുത്തുകാർ ഫിലോസഫേഴ്സൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫാദറിൻ്റെ റൈറ്റിങ്സ്, ഫാദറും യൂട്ടിലിറ്റേറിയൻസത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സുകളും ജെയിംസ് മില്ലിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻസ്ഡ് ഹിസ് വ്യൂസ് ഓൺ ഡെമോക്രസി. ഈ ജെയിംസ് മില്ലിൻ്റെ ഫാദറിൻ്റെ പേര് ജെയിംസ് മിൽ എന്നാണ്. ജെയിംസ് മില്ല് അദ്ദേഹത്തിൻ്റെ വ്യൂസ് ഓൺ ഡെമോക്രസി എന്നുള്ളതൊക്കെ ജെയിംസ് മില്ലിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. John Stuart Mill was one of most influential political thinker of the 19th century. In his political theory, liberalism made a transition from laissez-faire to an active role for the state, from a negative to a positive conception of liberty, and from an atomistic to a moral social conception of individuality. While Mill was a liberal, he could also be regarded at the same time as the reluctant democrat, a pluralist, cooperative, socialist, and elitist, and a feminist. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറികൾ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള പൊളിറ്റിക്കൽ ഫിലോസഫി കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ജോൺ സ്റ്റുവർട്ട് മിൽ എന്നുള്ളത്. ഹി വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റിക്കൽ തിങ്കർ ഓഫ് ദി 19th century. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിങ്കറാണ് ജോൺ സ്റ്റുവർട്ട് മിൽ.
In his political theory, liberalism made a transition from laissez-faire to an active role for the state. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതായത് ബെന്താമും അല്ലെങ്കിൽ അതിന് മുൻപുള്ള പ്രധാനപ്പെട്ട ചിന്തകന്മാരൊക്കെ കൊണ്ടുവന്നിരുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലെയ്സസ് ഫെയർ സിസ്റ്റമായിരുന്നു. അതായത് സ്റ്റേറ്റിന് മിനിമം റോള് മാത്രം കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു. അതായത് എല്ലാം ഇൻഡിവിജ്വാലിസത്തിൽ, അതായത് ഓരോ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനമാണ് വേണ്ടതെന്ന് വാദിച്ചിരുന്ന ആളുകളായിരുന്നു മുൻപുണ്ടായിരുന്നത്. In his political theory, liberalism made a transition from laissez-faire to an active role for the state. അപ്പോൾ സ്റ്റേറ്റിന് അതുവരെ വലിയ റോളൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന പൊളിറ്റിക്കൽ തിങ്കേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാണ്, ജെ.എസ്. മില്ല് സ്റ്റേറ്റിന് പ്രാധാന്യം കൊടുക്കുകയാണ്. ടു ആൻ ആക്റ്റീവ് റോൾ ഫോർ ദി സ്റ്റേറ്റ് എന്നുള്ളത് ഒരു ആക്റ്റീവ് റോൾ ആയിട്ട് പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫ്രം എ നെഗറ്റീവ് ടു എ പോസിറ്റീവ് കൺസെപ്ഷൻ ഓഫ് ലിബർട്ടി. ഒരു ലിബർട്ടി, അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ, അതായത് ഇൻഡിവിജ്വൽ ലിബർട്ടിയുടെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് കൺസെപ്ഷനിലേക്ക് ലിബർട്ടി മാറണം എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇൻഡിവിജ്വാലിറ്റിയിലും അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അതായത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങളിൽ യൂട്ടിലിറ്റേറിയനിസം വെച്ചിട്ടും അല്ലാതെയും അദ്ദേഹം വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. While Mill was a liberal, he could also be regarded at the same time as a reluctant Democrat. അതായത് അദ്ദേഹം ലിബറലായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. എ പ്ലൂറലിസ്റ്റ്, എ കോപ്പറേറ്റീവ് സോഷ്യലിസ്റ്റ്, ആൻ എലൈറ്റിസ്റ്റ് ആൻഡ് എ ഫെമിനിസ്റ്റ്. ഒരു ഫെമിനിസ്റ്റായിട്ടും എലൈറ്റിസ്റ്റായിട്ടും ഒരു കോപ്പറേറ്റീവ് സോഷ്യലിസ്റ്റായിട്ടൊക്കെ പ്രധാനപ്പെട്ട, അതായത് പ്ലൂറലിസ്റ്റായിട്ട്, അങ്ങനെ ഡെമോക്രാറ്റായിട്ടും ഒക്കെ വിവിധ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ തിങ്കറാണ് ജെ.എസ്. മിൽ എന്നുള്ളത്. He had inherited Bentham's principle from his father and Bentham himself, and found the principle of utility the keystone of his belief. Among others influences, a special mention is to be made of the impact of exercise on J.S. Mill on his own wife, Mrs. Taylor, whom he used to call a perfect embodiment of reason, wisdom, intellect, and character. She touched the emotional depths of Mill's nature and provided the sympathy he needed. അപ്പോൾ ബെന്താമിൻ്റെ തിയറി, അതായത് അദ്ദേഹത്തെ ആദ്യ കാലഘട്ടത്തിൽ സ്വാധീനിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തിയറി എന്ന് പറഞ്ഞാൽ ബെന്താമിൻ്റെ തിയറിയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ നോക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റിയാണ്. ഉപയുക്തതാവാദം, യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തിയറികൾ ആരംഭിക്കുന്നത്. ജെ.എസ്. മില്ല് അവരുടെ വൈഫ് അദ്ദേഹത്തിൻ്റെ തിയറിയെ, അതായത് അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള തിയറികൾ രൂപപ്പെടുത്താൻ വളരെയധികം സഹായിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സുകളെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം വിവിധ റൈറ്റിങ്സുകൾ, അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റേറിയനിസം മോഡിഫിക്കേഷൻസ്, ജെർമി ബെന്താമിൻ്റെ തിയറിയെ മോഡിഫിക്കേഷൻ നടത്തിയിട്ട് ഒരുപാട് തിയറികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ലിബർട്ടിയെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട റൈറ്റിങ്സ്, ഓൺ ലിബർട്ടി 1859 ഓൺ ലിബർട്ടി അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സുകളാണ് പറയുന്നത്. പിന്നെ യൂട്ടിലിറ്റേറിയനിസം 1861 കൺസിഡറേഷൻ ഓൺ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് 1861, ദ സബ്ജക്ഷൻ ഓഫ് വുമൺ, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി, അങ്ങനെ വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് ഹിസ് എസ്സേ ഓൺ ലിബർട്ടി, അതായത് ഓൺ ലിബർട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ ആണ്. പിന്നെ സബ്ജക്ഷൻ ഓഫ് വുമൺ എന്നുള്ളതൊക്കെ ഒരു ലിബറൽ പൊളിറ്റിക്കൽ തോട്ടിൽ വളരെ ക്ലാസിക്കായിട്ടുള്ള പുസ്തകങ്ങളാണ്. അതിൽ നിയമത്തെക്കുറിച്ചും പിന്നെ അവകാശത്തെക്കുറിച്ചും ലിബർട്ടിയെക്കുറിച്ചൊക്കെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്, അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു ഗവൺമെൻറ് സംവിധാനം എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഐഡിയൽ ഗവൺമെൻറ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അദ്ദേഹം പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഗവൺമെൻറ് സംവിധാനമായിരിക്കണം ഉണ്ടാവേണ്ടതെന്നും, പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസിന് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഗവൺമെൻറ് സംവിധാനം വേണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ആ പുസ്തകത്തിലൂടെ ബെന്താംസ് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നുള്ളതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മെയ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് ഡിപ്പാർച്ചർ ഫ്രം ദി ബെന്താമിൻ്റെ അസംഷനിൽ നിന്ന് കുറച്ചുകൂടി വ്യതിരിക്തമായിട്ടുള്ള ഒരു തിയറിയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്.
അപ്പോൾ പ്ലഷർ പെയിനിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലഷർ പെയിനാണല്ലോ ബെന്താം മുന്നോട്ട് വെക്കുന്ന ആശയം. ഈ പ്ലഷറും പെയിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സമൂഹത്തിൽ വ്യത്യസ്തമായ രീതിയിൽ യൂട്ടിലിറ്റേറിയനിസം നിർവചിക്കുകയാണ്, അല്ലെങ്കിൽ ബെന്താമിൻ്റെ തിയറിയെ ഒന്നുകൂടി മോഡിഫിക്കേഷൻ നടത്തുകയാണ് ജോൺ സ്റ്റുവർട്ട് മില്ല് ചെയ്തിട്ടുള്ളത്. Modification of Bentham's theory. J.S. Mill was a close follower of his teacher Jeremy Bentham, and his service to Bentham are exactly the same as the service of Lenin to his master Karl Marx. അപ്പോൾ അദ്ദേഹം ജെർമി ബന്താമിനെ അദ്ദേഹത്തിൻ്റെ ഐഡിയാസിൻ്റെ ഒരു ടീച്ചറായിട്ട് തന്നെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. He saved Benthamism from the death and decay by removing its defect and criticism. Lenin made Marxism up to date. Mill criticized and modified Bentham's utilitarianism by taking into account factors like moral motive, sociability, feeling of universal altruism, sympathy, and a new concept of justice with the key idea of impartiality. അപ്പോൾ അവിടെ കാൾ മാക്സിൻ്റെ ഐഡിയാസിനെ ലെനിൻ ഏത് രീതിയിലാണോ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ജെർമി ബെന്താമിൻ്റെ ഐഡിയാസിനെ ഒരു മരണശയ്യയിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്യാണ് പുതിയ രീതിയിലേക്ക് അവതരിപ്പിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂട്ടിലിറ്റേറിയനിസം അദ്ദേഹം പുതിയ ആശയങ്ങളിലേക്ക് കൂടി ബെന്താമിൻ്റെ തിയറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ ഒരുപാട് ആശയങ്ങൾ യൂട്ടിലിറ്റേറിയനിസത്തിൽ കൊണ്ടുവന്നിട്ട് അതിനെ കുറച്ചുകൂടി മോഡിഫൈഡ് ആക്കുകയാണ് ജെ.എസ്. മില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് മോറൽ മോട്ടീവ്സ്, ധാർമ്മികത എന്നുള്ളതിനെക്കുറിച്ചും സോഷ്യബിലിറ്റി, സാമൂഹികത എന്നതിനെക്കുറിച്ചും ഫീലിംഗ് ഓഫ് യൂണിവേഴ്സൽ അൾട്രോയിസം, പിന്നെ സിമ്പതി, അങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ, ജസ്റ്റിസ്, അങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ, ഇംപാർഷ്യാലിറ്റി പോലെയുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് യൂട്ടിലിറ്റേറിയനിസത്തിൻ്റെ തിയറിയിലൂടെ അപ്ലിക്കബിൾ ആക്കാൻ ശ്രമിക്കുകയാണ് ജെ.എസ്. മില്ല് ചെയ്യുന്നത്. അപ്പോൾ ബെന്താമിൻ്റെ തിയറിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ കൂടുതൽ പ്രാധാന്യത്തോടെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു തിയറി അവതരിപ്പിക്കാൻ ജെ.എസ്. മില്ലിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ അതിൽ അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഹാപ്പിനെസ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നുള്ളതൊക്കെ. They were instruments of human culture. He defined happiness and dignity of man and not the principle of pleasure. The chief end of life, he defined happiness to mean perfection of human nature, cultivation of moral virtues and lofty aspirations, total control over one's appetites and desires, and recognition of individual and collective interest. അപ്പോൾ ഒരു ഇൻഡിവിജ്വാലിസത്തിലായിരുന്നു ജെർമി ബന്താം കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കുറച്ചുകൂടി കളക്റ്റീവ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കളക്റ്റീവ് ഹാപ്പിനെസ് എന്നുള്ളതിനൊക്കെ കുറച്ചുകൂടി ഡെപ്തായിട്ട് കളക്റ്റീവ് ഹാപ്പിനെസ് എന്നുള്ളതിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജെ.എസ്. മില്ല് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മെയിൻ ഐഡിയാസ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ക്രിറ്റിസിസം ഓഫ് യൂട്ടിലിറ്റേറിയനിസം. അദ്ദേഹം ആദ്യം ക്രിട്ടിസൈസ് ചെയ്യുകയാണ് യൂട്ടിലിറ്റേറിയനിസം. ജെർമി ബെന്താം കൊണ്ടുവന്നിട്ടുള്ള യൂട്ടിലിറ്റേറിയനിസത്തെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. പിന്നെ അദ്ദേഹം ഓൺ ലിബർട്ടിയെക്കുറിച്ച്, ഫ്രീഡത്തെക്കുറിച്ച് വ്യക്തമായ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഡെമോക്രസി, അദ്ദേഹം ആർഡൻ്റ് ആയിട്ടുള്ള ഒരു ഡെമോക്രസിയിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്, അദ്ദേഹം കൂടുതൽ ആവശ്യപ്പെട്ടിരുന്ന ഗവൺമെൻറ് സംവിധാനം എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്റാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ആശയമാണ്, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഫെമിനിസ്റ്റ് ആയിരുന്നു. ഓൺ വുമൻസ് റൈറ്റ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ക്രിറ്റിസിസം ഓഫ് യൂട്ടിലിറ്റേറിയനിസം, അതിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം യൂട്ടിലിറ്റേറിയനിസത്തെ ആദ്യം ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ജെ.എസ്. മിൽ സ്റ്റാർട്ടഡ് ആസ് എ ഗ്രേറ്റ് സപ്പോർട്ടർ ഓഫ് യൂട്ടിലിറ്റേറിയനിസം. അദ്ദേഹത്തിൻ്റെ തിയറി ആരംഭിക്കുന്നത് ആദ്യം യൂട്ടിലിറ്റേറിയനിസത്തെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. അങ്ങനെ അദ്ദേഹം thoroughly revised it in a way that original utilitarianism stand thoroughly changed following are the major modification made by him. വളരെ പ്രധാനപ്പെട്ട സിലബസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇനി പറയുന്നത്.
വാട്ട് ആർ ദ മോഡിഫിക്കേഷൻസ് മെയ്ഡ് ബൈ ജെയ്സ് മിൽ ഓൺ ബെന്താംസ് തിയറി ഓൺ യൂട്ടിലിറ്റേറിയൻസ്. ബെന്താമിൻ്റെ തിയറി യൂട്ടിലിറ്റേറിയൻസത്തിൽ അദ്ദേഹം എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Bentham emphasized self-interest as the only motive of man. Mill maintained that self-sacrifice is equally important. Mill declared that self-sacrifice is the highest virtue. അതിൽ പറയുന്നത് ബെന്താം എംഫസൈസ്ഡ് സെൽഫ് ഇൻട്രസ്റ്റ്, ഒരാളുടെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടും ഇൻഡിവിജ്വൽ കൺസെപ്റ്റിലാണ് ബെന്താം അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റേറിയൻ തിയറി പ്രസൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇൻഡിവിജ്വാലിസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മിൽ മെയിൻറ്റെയിൻഡ് ദാറ്റ് സെൽഫ് സാക്രിഫൈസ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു വ്യക്തി കേന്ദ്രീകൃത ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വ്യക്തി കേന്ദ്രീകൃതമാവുക എന്നതിലുപരി സെൽഫ് സാക്രിഫൈസ് കൂടി ആകണം, അതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് മില്ല് പറയുന്നത്. മിൽ ഡിക്ലെയർഡ് ദാറ്റ് സെൽഫ് സാക്രിഫൈസ് ഈസ് ദി ഹയസ്റ്റ് വിർച്യു. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് അദ്ദേഹം കാണുന്നത് സെൽഫ് സാക്രിഫൈസ് തന്നെയാണ്. മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് കാണുന്നത് സെൽഫ് സാക്രിഫൈസ് തന്നെയാണ്. ഹി ആഡഡ് ദാറ്റ് ക്വാളിറ്റി ഓഫ് പ്ലഷർ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്ലഷർ എന്നുള്ളത് വ്യത്യസ്ത രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മാറ്ററാണ്, അതായത് സബ്ജക്റ്റീവാണ് പ്ലഷർ എന്നുള്ളത്. അപ്പോൾ പ്ലഷറിൻ്റെ ബെന്താം പ്ലഷറിനെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അളക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ സ്പെസിഫിക് കാൽക്കുലസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഹി ആഡഡ് ദാറ്റ് ക്വാളിറ്റി ഓഫ് പ്ലഷർ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. പ്ലഷറിൻ്റെ ക്വാളിറ്റി കൂടി എന്താണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ബെറ്റർ ടു ബി എ ഹ്യൂമൻ ബീയിങ് ഡിസാറ്റിസ്ഫൈഡ് ദാൻ പിഗ് സാറ്റിസ്ഫൈഡ്, ഓർ ബെറ്റർ ടു ബി എ സോക്രട്ടീസ് ഡിസാറ്റിസ്ഫൈഡ് ദാൻ എ ഫൂൾ സാറ്റിസ്ഫൈഡ്. അപ്പോൾ അതിൽ പറയുന്നത് മിൽ റിഫ്യൂസ്ഡ് ടു അക്സെപ്റ്റ് ദാറ്റ് പ്ലഷർ ക്യാൻ ബി മെഷേർഡ് സിൻസ് ദീസ് ആർ സബ്ജക്റ്റീവ്. അപ്പോൾ പ്ലഷർ എന്ന് പറഞ്ഞാൽ ഇത് സബ്ജക്റ്റീവ് ആണെന്നും അതിനെ കൃത്യമായിട്ട് റിഫ്യൂസ്ഡ് ടു അക്സെപ്റ്റ് ദാറ്റ് പ്ലഷർ ക്യാൻ ബി മെഷേർഡ്, അതായത് അതിനെ കൃത്യമായിട്ട് അളക്കുക എന്നുള്ളതിനെ അദ്ദേഹം, അതായത് ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്ലഷർ കണക്കാക്കുക എന്നുള്ളതിനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, റിജക്റ്റ് ചെയ്യുകയാണ്. Mill maintained dignity, not pleasure, is the final aim of human life. അദ്ദേഹം പറയുന്നത് മിൽ മെയിൻറ്റെയിൻ ഡിഗ്നിറ്റി, ഒരാളുടെ ഡിഗ്നിറ്റിക്കാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നോട്ട് പ്ലഷർ ഈസ് ദി ഫൈനൽ എയിം ഓഫ് ഹ്യൂമൻ ലൈഫ്. എപ്പോഴും മനുഷ്യൻ്റെ ഹ്യൂമൻ ലൈഫിൻ്റെ ഫൈനൽ എയിം എന്ന് പറഞ്ഞാൽ പ്ലഷർ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ ഡിഗ്നിറ്റിക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുകയാണ്. സ്പിരിച്വൽ വാല്യൂസ് ലൈക്ക് സെൽഫ് റിയലൈസേഷൻ ആർ മോർ ഇമ്പോർട്ടൻറ്റ്. സ്പിരിച്വൽ വാല്യൂസിന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം കൊടുക്കുന്നത്. ലൈക്ക് സെൽഫ് റിയലൈസേഷൻ, അതായത് സ്വയം റിയലൈസ് ചെയ്യുന്നതിനൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അല്ലാതെ അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ കൺസെപ്റ്റിൽ, ഇൻഡിവിജ്വാലിസത്തിൽ മാത്രം വിശ്വസിച്ച് കൂടുതൽ പ്ലഷർ കണ്ടെത്തുക എന്നുള്ളതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മാറുകയാണ് ചെയ്യുന്നത്. ബെന്താമിൻ്റെ തിയറികൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, കൂടുതൽ മോഡിഫൈഡ് ആക്കുകയാണ് ചെയ്യുന്നത്. The state is not a legal but a moral institution with an aim of human welfare. Obligation to the state is moral duty. അതായത് അതിൽ പറയുന്നത് ദ സ്റ്റേറ്റ് ഈസ് നോട്ട് ലീഗൽ ബട്ട് മോറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്റ്റേറ്റിനെ ഒരു ധാർമ്മിക ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. വിത്ത് ആൻ എയിം ഓഫ് ഹ്യൂമൻ വെൽഫെയർ. സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വെൽഫെയർ ആണ്. ഒബ്ലിഗേഷൻ ടു ദി സ്റ്റേറ്റ് ഈസ് എ മോറൽ ഡ്യൂട്ടി. അതായത് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് അവരുടെ മോറൽ ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഫോർ മിൽ ലിബർട്ടി വാസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യൂട്ടിലിറ്റി. അദ്ദേഹം യൂട്ടിലിറ്റിയേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഫോർ മിൽ ലിബർട്ടി വാസ് മോർ ഇമ്പോർട്ടൻറ്റ്. ലിബർട്ടിക്കാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലിബർട്ടി വാസ് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ് ആസ് ഇറ്റ് ഈസ് എ പ്രീ കണ്ടീഷൻ ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി. ലിബർട്ടിക്ക് അദ്ദേഹം എന്തുണ്ട്, കൃത്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ലിബർട്ടി വാസ് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ് ആസ് ഇറ്റ് ഈസ് എ പ്രീ കണ്ടീഷൻ ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി. ബട്ട് ഹ്യൂമൻ ഡിഗ്നിറ്റി ഉണ്ടായാൽ മാത്രമേ ലിബർട്ടിക്ക് എന്തുള്ളൂ, പ്രാധാന്യമുള്ളൂ എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ബെന്താമ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ജെയ്സ് മില്ല്
അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ബെന്താമിൻ്റെ തിയറിയെ കൂടുതൽ മോഡിഫൈഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ബെന്താം മെയിൻറ്റെയിൻഡ് ദാറ്റ് ഈച്ച് മാൻ വിൽ ബി കൗണ്ടഡ് ഫോർ വൺ whereas Mill gives more weightage to educated and intelligent and suggested plural voting. അദ്ദേഹം കൊണ്ടുവരുന്നൊരു പ്ലൂറൽ വോട്ടിംഗ് സംവിധാനമാണ്. ബെന്താം ഓരോ വ്യക്തിയായിട്ട് കണക്കാക്കുമ്പോൾ മില്ല് എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളെയും വെയിറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്ലൂറൽ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് എന്നുള്ളത് പറയുന്നത്. അതിൽ അദ്ദേഹം മൈനോറിറ്റീസിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഹ്യൂമൻ വിൽ റാദർ ദാൻ സെൽഫ് ഇൻട്രസ്റ്റ് ഇസ് ദ ബേസിസ് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ സെൽഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതിൽ കൂടുതൽ ബേസിസ് ഓഫ് സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള സെൽഫ് ഇൻട്രസ്റ്റിലാണ് അദ്ദേഹം എന്ത് കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. സ്റ്റേറ്റിനെ അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒരു സെൽഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതിന് അദ്ദേഹം എന്ത് കൊടുക്കുന്നില്ല, പ്രാധാന്യം കൊടുക്കുന്നില്ല. Mill gives a positive role to the state with regard to education and interference in economic matters. അപ്പോൾ മില്ല് എന്ത് ചെയ്യുന്നുണ്ട്, ഗീവ്സ് എ പോസിറ്റീവ് റോൾ ടു ദി സ്റ്റേറ്റിന് ഒരു പോസിറ്റീവ് റോളാണ് കൊടുക്കുന്നത്. വിത്ത് റിഗാർഡ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ്റർഫിയറൻസ് ഇൻ ഇക്കണോമിക് മാറ്റേഴ്സ്, എഡ്യൂക്കേഷൻ നൽകുന്നതിലും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇക്കണോമിക് ഇൻ്റർഫിയറൻസ് നടത്തുന്നതിലുമൊക്കെ സ്റ്റേറ്റിന് കൃത്യമായ റോൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. One of Mill's major contribution to the utilitarianism was his disagreement for the qualitative separation of pleasure അദ്ദേഹത്തിൻ്റെ തിയറികളിൽ വൺ ഓഫ് മിൽസ് മേജർ കോൺട്രിബ്യൂഷൻസ് ടു ദി യൂട്ടിലിറ്റേറിയനിസം വാസ് ഹിസ് ഡിസഗ്രിമെൻറ്റ് ഫോർ ദി ക്വാളിറ്റേറ്റീവ് സെപ്പറേഷൻ ഓഫ് പ്ലഷർ. ഹിസ് പെർസിസ്റ്റൻസ് ദാറ്റ് ഹാപ്പിനെസ് ഷുഡ് ബി അസസ്ഡ് നോട്ട് മിയർലി ബൈ ക്വാണ്ടിറ്റി ബട്ട് ബൈ ക്വാളിറ്റി, ആൻഡ് മോർ പ്രിസൈസ്ലി ദാറ്റ് ഇൻ്റലക്ച്വൽ ആൻഡ് മോറൽ പ്ലഷർ ആർ സുപ്പീരിയർ ടു മോർ ഫിസിക്കൽ ഫോംസ് ഓഫ് പ്ലഷർ. അതിൽ അദ്ദേഹം പറയുന്നത്, ബെന്താം നമുക്കറിയാം ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ ശ്രമിച്ചു, പ്ലഷറിനെ കണക്കാക്കാൻ ശ്രമിച്ചിരുന്നു. അതായത് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പ്ലഷർ എന്നുള്ളത് ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അതായത് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം യൂട്ടിലിറ്റേറിയനിസം കൊണ്ടുവരുന്നത്. അദ്ദേഹം ഫിലോസഫി കാൽക്കുലസും വ്യത്യസ്ത തരത്തിലുള്ള 14ഓളം തരത്തിലുള്ള പ്ലഷറുകളെയും 12 തരത്തിലുള്ള പേനിനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള പ്ലഷർ ക്വാണ്ടിഫിക്കേഷനെ ബെന്താമെന്തിയാണ് ജെഎസ് മിൽ എതിർക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇൻ്റലക്ച്വൽ ആൻഡ് മോറൽ പ്ലഷർ ആർ സുപ്പീരിയർ മോർ ഫിസിക്കൽ ഫോംസ് ഓഫ് പ്ലഷർ. ഹി ആൾസോ ടേൺഡ് അവേ ഫ്രം ബെന്താംസ് എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ് ഓഫ് ഗുഡ്നെസ് ടു സംതിങ് മോർ സബ്ജക്റ്റീവ്, ആർഗ്യൂയിങ് ദാറ്റ് unselfishness was important as self-interest in deciding what ought to be done. അപ്പോൾ ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, അതായത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു പ്ലഷർ ആസ്വദിക്കുക എന്നുള്ളതിൽ നിന്നുപരി എക്സ്റ്റേണൽ പ്ലഷറിനെ കൂടി പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അൺസെൽഫിഷ്നെസ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് എ സെൽഫ് ഇൻട്രസ്റ്റ് ഇൻ ഡിസൈഡിങ് വാട്ട് ഓട്ട് ടു ബി ഡൺ. അപ്പോൾ കൃത്യമായ ഒരു സമൂഹത്തിൽ ജീവിച്ച് പോകുമ്പോൾ അൺസെൽഫിഷ്നെസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും, സെൽഫ് ഇൻട്രസ്റ്റിനേക്കാളും അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മളെ കൂടുതൽ പ്ലഷർ നൽകുന്നത് അൺസെൽഫിഷ്നെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതും ജെഎസ് മില്ല് പറയുന്നുണ്ട്. അപ്പോൾ ജെഎസ് മില്ലിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ ബെന്താമിൽ നിന്നും നേരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ബെന്താം ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് കൺസെപ്റ്റിലാണ് അതിനെ യൂട്ടിലിറ്റേറിയനിസത്തെ പറയുന്നത് എങ്കിൽ ജെഎസ് മില്ല് കൂടുതൽ കളക്റ്റീവായിട്ടുള്ള അൺസെൽഫിഷ്നെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇൻഡിവിജ്വൽ പ്ലഷർ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഒരു കളക്റ്റീവ് പ്ലഷർ എന്നുള്ളതും സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ രീതിയിലുള്ള ഒരു ജസ്റ്റിസ്, അതായത് നീതി എന്നുള്ള രീതിയിൽ
എന്തെല്ലാമാണ് നീതി, വാട്ട് ഈസ് ജസ്റ്റിസ്, വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ജെ എസ് മില്ല് നിർവചിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദി റൈറ്റ് തിങ് ടു ഡു, ഏതാണ് ഏറ്റവും നല്ല കാര്യം ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതാണോ ദോഷമാണോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോക്കണം എന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യത്തെ നിർവചിക്കേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. Mill critiqued and amended Bentham's utilitarianism by taking into account factors such as moral motives. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ബെന്താമിൻ്റെ തിയറിയെ അദ്ദേഹം റിജക്റ്റ് ചെയ്തുകൊണ്ട് അതിനു വേണ്ടി എടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? മോറൽ മോട്ടീവ്സാണ്. എന്നുള്ള ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സോഷ്യബിലിറ്റി, അതിൻ്റെ ഒരു സാമൂഹിക അടിസ്ഥാനം എന്താണെന്നുള്ളതും, ഫീലിംഗ് ഓഫ് യൂണിവേഴ്സൽ ആൾട്രോയിസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫീലിങ്സുകൾ, സിമ്പതി ആൻഡ് ന്യൂ കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ്. സിമ്പതി, അതായത് ഒരാൾ മറ്റൊരാളോട് സിമ്പതറ്റിക് എന്ന് പറയാറില്ല, അതുപോലെ സിമ്പതിക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. ന്യൂ കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ്, പുതിയ രീതിയിലുള്ള നിയമ സംവിധാനം, ജസ്റ്റിസ് എന്നുള്ളത് നിയമമല്ല, നീതി എന്നുള്ളതിനും അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വിത്ത് ദ മേജർ ഐഡിയ ഓഫ് ഇമ്പാർഷ്യാലിറ്റിക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായ പ്രാധാന്യം നൽകുന്നുണ്ട്. ഹി പ്രൊക്ലൈംഡ് ദാറ്റ് ദ മേജർ deficiency of Bentham's ethics was the negligence of individual character, and hence stressed on the cultivation of feelings and imagination as part of good life. Poetry, drama, music, paintings were essential constituents both for more human happiness or formation of character. അപ്പം ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ നാരോ ചിന്താഗതിയിൽ നിന്നും മാറിയിട്ട് മനുഷ്യനെ എന്ത് ചെയ്യാണ്? കൂടുതൽ സോഷ്യബിലിറ്റിയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ കൂടുതൽ അൺസെൽഫിഷ്നെസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതും അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പോയട്രി, ഡ്രാമ, മ്യൂസിക്, പെയിൻറ്റിങ്സ് വേർ എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂൻസ് ബോത്ത് ഹ്യൂമൻ ഹാപ്പിനെസ്, കൂടുതൽ സന്തോഷം കണ്ടെത്താൻ മനുഷ്യനിതൊക്കെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. മില്ലിൻ്റെ പ്രധാനപ്പെട്ട തിയറികൾ യൂട്ടിലിറ്റേറിയനിസത്തെ തന്നെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്. ദേവ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഹ്യൂമൻ കൾച്ചർ. He made happiness and dignity of man, and not the principle of pleasure, the chief end of life. He described happiness to mean excellence of human nature. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ ഹി ഡിസ്ക്രൈബ്സ് ഹാപ്പിനെസ് ടു അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ സന്തോഷം എന്നുള്ളത് ടു മീൻ എക്സലൻസ് ഓഫ് ഹ്യൂമൻ നാച്ചറിൻ്റെ എക്സലൻസ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. റിഫൈൻമെൻറ്റ് ഓഫ് മോറൽ വിർച്യൂസ് ആൻഡ് ലോഫ്ലി ആസ്പിരേഷൻ, അതായത് മോറൽ വിർച്യൂവിൽ വരുന്ന മാറ്റങ്ങൾ, ടോട്ടൽ കൺട്രോൾ ഓവർ വൺസ് എപ്പറ്റൈറ്റിസ് ആൻഡ് ഡിസേഴ്സ് ആൻഡ് റെക്കഗ്നീഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഇൻട്രസ്റ്റ്. ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനോടൊപ്പം തന്നെ കളക്റ്റീവ് ഇൻട്രസ്റ്റിന് കൂടി പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താഗതികൾ കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ഹ്യൂമൻ കൾച്ചറിൻ്റെ, ഹാപ്പിനെസ്സിൻ്റെ ഒരു അൾട്ടിമേറ്റായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത്. മിൽ റീറ്റൈൻഡ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് യൂട്ടിലിറ്റേറിയനിസം. മില്ല് എന്ത് ചെയ്യാണ്? ബേസിക് പ്രിൻസിപ്പിൾസിനെ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ഡിസ്റ്റിങ്വിഷ്ഡ് ബിറ്റ്വീൻ ഹയർ പ്ലഷർ ആൻഡ് ലോവർ പ്ലഷർ. അപ്പോൾ ഹയർ പ്ലഷറും ലോവർ പ്ലഷറും തമ്മിലുള്ള മാറ്റങ്ങൾ കൃത്യമായി അദ്ദേഹം നിർവചിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഗ്രേറ്റർ ഹ്യൂമൻ പ്ലഷർ മീൻ ദി ഇൻക്രീസ് നോട്ട് മിയർലി ഇൻ ദി ക്വാണ്ടിറ്റി ബട്ട് ഓൾസോ ഇൻ ദി ക്വാളിറ്റി ഓഫ് ഗുഡ്സ് എൻജോയ്ഡ്. ക്വാളിറ്റി എന്നുള്ളതിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പ്ലഷർ എത്രയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും, എന്നാൽ പ്ലഷറിൻ്റെ ഗുണമേന്മ, ക്വാളിറ്റിയെ അദ്ദേഹം എന്ത് ചെയ്യാമെന്ന് കൃത്യമായിട്ട് നിർവചിക്കുകയും ചെയ്യുന്നുണ്ട്. ഹി അസർട്ടഡ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് വെയർ അഡപ്റ്റ് ദ ഇൻ്റലക്ച്വൽ ആൻഡ് മോറൽ പ്ലഷർ. അപ്പോൾ പല സമയങ്ങളിലും മോറൽ പ്ലഷറിനും ഇൻ്റലക്ച്വൽ പ്ലഷറിനും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ തിയറിയിൽ കൂടുതൽ സ്ട്രെസ് നൽകുന്നുണ്ട്. In different perspective, J.S. Mill certainly makes an improvement over the utilitarian theory of Bentham. Bentham had not spoken about the social nature of morality
that society itself has a moral and the moral good of its members. From the contention that every individual desires his own happiness, Mill believe that individuals should desire and promote the general happiness. It is understandable that Mill stood not for an individual's happiness but for the happiness of all. അപ്പോൾ ഓരോ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഹാപ്പിനെസ്സിലുപരി കൂടുതൽ മോറലായിട്ടുള്ള ബന്ധാം ഹാഡ് നോട്ട് സ്പോക്കൺ അബൌട്ട് സോഷ്യൽ നാച്ചർ ഓഫ് മൊറാലിറ്റി. ബന്ധാം എന്ത് ചെയ്തിട്ടില്ല? മൊറാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഷ്യൽ നാച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. ദാറ്റ് സൊസൈറ്റി ഇറ്റ് സെൽഫ് ഹാസ് എ മോറൽ ആൻഡ് ആ മോറൽ ഗുഡ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഫ്രം ദി കണ്ടൻഷൻ ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഡിസൈഡ്സ് ഹിസ് ഓൺ ഹാപ്പിനെസ്. അപ്പോൾ അങ്ങനെ ഒരു മൊറാലിറ്റിയെക്കുറിച്ച് പറയാത്ത പക്ഷം എന്താണ്? ഇൻഡിവിജ്വൽ ഡിസൈഡ്സ് ഹിസ് ഓൺ ഹാപ്പിനെസ്. ഓരോ വ്യക്തികളും അവരുടെ സന്തോഷത്തെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കും? അവരുടെ സന്തോഷത്തിന് മാത്രം പ്രാധാന്യം കിട്ടും. അപ്പോൾ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള സന്തോഷത്തിന് പകരം മിൽ ബിലീവ്ഡ് ദാറ്റ് ദ ഇൻഡിവിജ്വൽ ഷുഡ് ഡിസയർ ആൻഡ് പ്രൊമോട്ട് ദി ജനറൽ ഹാപ്പിനെസ്. മിൽ എന്ത് ചെയ്യാണ്? ജനറൽ ഹാപ്പിനെസ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി അണ്ടർസ്റ്റാൻഡബിൾ ദാറ്റ് മിൽ സ്റ്റുഡ് നോട്ട് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഹാപ്പിനെസ്. മിൽ എന്ത് ചെയ്തിട്ടില്ല? ഇൻഡിവിജ്വൽ ഹാപ്പിനെസ്സിന് വേണ്ടി നിലകൊണ്ടിട്ടില്ല എന്നും ബട്ട് ഫോർ ദി ഹാപ്പിനെസ് ഓഫ് ഓൾ. എല്ലാവരുടെയും ഹാപ്പിനെസ്സിനാണ് മില്ല് പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്നും ഈ ഒരു തിയറി അദ്ദേഹത്തിൻ്റെ മോഡിഫിക്കേഷൻസ് ഓഫ് ബെന്താംസ് തിയറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Additionally, Mill also tried to resolve the interest of the individual and society. He spoke on nobility of character, a trait that was closely related with the unselfishness. Mill visualized that social feelings and consciences as part of the psychological qualities of person. അപ്പോൾ അദ്ദേഹം ഈ ഫെലിസിഫിക് കാൽക്കുലസ് പോലെയുള്ള അല്ലെങ്കിൽ മെഷറിനെ കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് ഹാപ്പിനെസ്സിനെ കൃത്യമായിട്ട് മെഷർ ചെയ്ത് കാണിക്കുക എന്നുള്ളതിനൊക്കെ അദ്ദേഹം ഇല്ലോജിക്കലായിട്ടാണ് കണക്കാക്കുന്നത്. അദ്ദേഹം അതിനൊന്നും ലോജിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ ഇൻഡിവിജ്വൽ ക്യാരക്ടറിൽ നിന്നും സൊസൈറ്റൽ ക്യാരക്ടറിലേക്ക് അദ്ദേഹത്തിൻ്റെ തിയറികളെ മാറ്റുകയാണ് ചെയ്യുന്നത്. അൺസെൽഫിഷ്നെസ് ആയിരിക്കണം. പിന്നെ അദ്ദേഹം വിൽ വിഷ്വലൈസ്ഡ് ദാറ്റ് സോഷ്യൽ ഫീലിങ്സിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് ആസ് പാർട്ട് ഓഫ് സൈക്കോളജിക്കൽ ക്വാളിറ്റീസ് ഓഫ് പേഴ്സൺ. അതായത് സോഷ്യൽ ഹാപ്പിനെസ് എന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ അത് സൈക്കോളജിക്കൽ ക്വാളിറ്റീസ്, മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള ക്വാളിറ്റീസിനെയാണ് കാണിക്കുന്നത് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. He considered society as being natural and habitual for the individual was a social person. അപ്പോൾ ഇൻഡിവിജ്വലിനെ അദ്ദേഹം ഒരു സോഷ്യൽ പേഴ്സണായിട്ട് കണക്കാക്കുകയാണ്. മിൽ ആൾസോ സ്പെസിഫൈഡ് ദാറ്റ് പ്ലഷർ ആൻഡ് പെയിൻസ് കുഡ് നോട്ട് ബി മെഷേർഡ് എംപിരിക്കലി. പ്ലഷറിനെയും പെയിനെയും എംപിരിക്കലി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും. ദ ഫെലിസിഫിക് കാൽക്കുലസ് വാസ് ഇല്ലോജിക്കൽ. ഫെലിസിഫിക് കാൽക്കുലസിനെ ഇല്ലോജിക്കലായിട്ടാണ് അദ്ദേഹം പറയുന്നത്. വൺ ഹാഡ് ടു റിലേ അപ്പോൺ ദി ജഡ്ജ്മെൻറ്റ് ഓഫ് ദി കോമ്പീറ്റൻസ് ആൻഡ് വൈസ്. He defines the state as an instrument that would bring about transformation of human beings. അപ്പോൾ സ്റ്റേറ്റിനെ അദ്ദേഹം ഏതൊക്കെ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ളതും അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം സ്റ്റേറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു ലേസസ് വെയർ സ്റ്റേറ്റ് സിസ്റ്റത്തിൽ നിന്നും ഒരു കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സ്റ്റേറ്റ് സിസ്റ്റത്തിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ തിയറി സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് എന്നുള്ളത് വെച്ചിട്ടും സ്റ്റേറ്റിന് കൂടുതൽ വെൽഫെയർ ഓഫ് ദി പീപ്പിളാണ് സ്റ്റേറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ തിയറിയെ കൂടുതൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മിൽസ് ഡിസർട്ടേഷൻ ഓൺ ലിബർട്ടി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എസ്സേയാണ് ഓൺ ലിബർട്ടി എന്നുള്ളത്. 1859 അദ്ദേഹം ഈ ഒരു ലിബർട്ടി എന്നുള്ള ഈ ഒരു എസ്സേ എഴുതുന്നത്. gripped under the greatest controversy and the most intense expression of approval and disapproval. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിബർട്ടിയിൽ അദ്ദേഹം വ്യത്യസ്ത തരത്തിലുള്ള ലിബർട്ടിയെക്കുറിച്ചും ഇൻഡിവിജ്വൽ കൺസെപ്റ്റിന് കൂടുതൽ പ്രാധാന്യം നൽകണോ അല്ലെങ്കിൽ സോഷ്യൽ കൺസെപ്റ്റിനാണോ ലിബർട്ടിയിലൂടെ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളതൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. ഇറ്റ് കോൺസെൻട്രേറ്റഡ് ഓൺ ദി നേച്ചർ ആൻഡ് ലിമിറ്റ്സ് of the power that can be lawfully exercised by social over individual, and he laid down his one very simple principle governing the use of coercion
in society, whether it be by legal penalties or by oppressing public opinion, debating that we may only coerce other in self-defense, ourselves, either to defend ourselves or defend others from harm, so-called harm principle. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു പ്രിൻസിപ്പിളായിരിക്കും ഹാം പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാൾക്ക് ദോഷമുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ പറ്റില്ല എന്നും ദോഷമില്ലെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് ഹാം പ്രിൻസിപ്പിൾ. അദ്ദേഹം ഈ ഹാം പ്രിൻസിപ്പിളിനെ കൃത്യമായിട്ട് ഈ ഒരു യൂട്ടിലിറ്റേറിയനിസത്തിൻ്റെ രീതിയിൽ നിർവചിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാം പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മില്ല് എന്ത് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ ലിബർട്ടിയെ കൂടുതൽ കണക്കാക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നത് direct relationship with his theory of utility or happiness. Mill considered liberty as a way for the development of individuality, which was to become ultimate source of happiness. അപ്പോൾ കൃത്യമായിട്ട് ഓരോ വ്യക്തിക്കും ലിബർട്ടി, അതായത് സ്വാതന്ത്ര്യം അനുവദിച്ച് കൊടുക്കണമെന്നുള്ളതും ആ സ്വാതന്ത്ര്യം വ്യത്യസ്ത രീതിയിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് J.S. Mill specified that liberty means absence of restraint. അതായത് ഒരു ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻറ്റ് എന്നുള്ളതാണ് അദ്ദേഹം അല്ലെങ്കിൽ നമ്മൾ നിയന്ത്രണങ്ങളുടെ അഭാവത്തെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് സ്വാതന്ത്ര്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു നിയന്ത്രണങ്ങളുടെ അഭാവത്തെ സ്വാതന്ത്ര്യമായിട്ട് കണക്കാക്കുമ്പോൾ ദ ആക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ, അദ്ദേഹം ഓരോ വ്യക്തിയുടെയും ആക്ഷൻസിനെ മേ ബി ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറീസ്. അദ്ദേഹം 2 കാറ്റഗറി ആക്കിയിട്ട് എന്ത് ചെയ്യാണ് ഡിവൈഡ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ലിബർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മീൻസ് ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻറ്റ് എന്നുള്ളതാണ്, അതായത് നിയന്ത്രണങ്ങളുടെ അഭാവം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനെ അദ്ദേഹം മറികടക്കാൻ അദ്ദേഹം എന്ത് ചെയ്യാണ്, he divided into 2 categories ഇൻഡിവിജ്വൽ ആക്ഷൻസിനെ അദ്ദേഹം 2 തരത്തിൽ എന്ത് ചെയ്യാണ് കാറ്റഗറൈസ് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ സെൽഫ് റിഗാർഡിങ് ആക്ടിവിറ്റീസ് ആൻഡ് സെക്കൻഡ് വൺ അതർ റിഗാർഡിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ സെൽഫ് റിഗാർഡിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് മാത്രം ബാധിക്കുന്ന പ്രവർത്തനങ്ങളുണ്ടാകും. അത്തരം കാര്യങ്ങളെയാണ് സെൽഫ് റിഗാർഡിങ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. അതർ റിഗാർഡിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആക്ഷന് മറ്റുള്ളവർക്ക് കൂടി ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടാവും. അത്തരം ആക്ഷൻസിന് അതർ റിഗാർഡിങ് ആക്ടിവിറ്റീസ് എന്നും പറയുന്നുണ്ട്. വിത്ത് റിഗാർഡ് ടു ആക്ടിവിറ്റീസ് ഇൻ വിച്ച് ഹി അലോൺ ഈസ് കൺസേൺഡ്, അതായത് അദ്ദേഹത്തിൻ്റെ തിയറിയെ കൺസേൺ ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ലിബർട്ടി എന്നുള്ളതിനെ കൺസേൺ ചെയ്തിരിക്കുന്നത് വിച്ച് ഹി അലോൺ ഇൻ കൺസേൺഡ് ഹിസ് ലിബർട്ടി ഓഫ് ആക്ഷൻ ഈസ് കംപ്ലീറ്റ് ആൻഡ് ഷുഡ് നോട്ട് ബി റെഗുലേറ്റഡ് ബൈ ദി സ്റ്റേറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിബർട്ടിയെ ഒരിക്കലും എതിർക്കാൻ അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുക, ഷുഡ് നോട്ട് ബി റെഗുലേറ്റഡ് ബൈ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, റെഗുലേറ്റഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. In action of individual which affect the society, his action can be ഡിഫെൻസിബിളി റെഗുലേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ സൊസൈറ്റി. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സൊസൈറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള ആക്ഷൻസ് അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ അതിനെ കൃത്യമായി ഡിഫെൻസ് ചെയ്യണം എന്നുള്ളതും പറയുന്നുണ്ട്. ഇൻ ഹിസ് ഓൺ ലിബർട്ടി J.S. Mill composed that the sole end for which mankind are warranted individually or mutually in interfering with the liberty of action of any of their members is self-preservation. That is the only purpose for which power can be lawfully exercised over any members of civilized community against his will to prevent harm to other. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രവർത്തനം നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വലിനെ 2 ടൈപ്സ് ഓഫ് ആക്ഷൻസ് ആണുള്ളതെന്ന് പറഞ്ഞു, സെൽഫ് റിഗാർഡിങ് ആക്ടിവിറ്റീസും അതർ റിഗാർഡിങ് ആക്ടിവിറ്റീസും. അപ്പോൾ ഒരാളുടെ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് മറ്റുള്ളവർക്ക് പ്രശ്നമാകുന്ന തരത്തിലാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഡിനേ ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു തിയറിയാണ് റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ
അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള തിയറികളിൽ എങ്ങനെ ഒരു ജനാധിപത്യ ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് ഏത് രീതിയിൽ വരണം എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. മിൽസ് മേജർ വർക്ക് കൺസിഡറേഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് 1861 അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകമാണ് കൺസിഡറേഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് എന്നുള്ളത്. ഓഫേർഡ് സമ്മറി ഓഫ് ഹിസ് പെർഫെക്റ്റ് ഗവൺമെൻറ് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സെൽഫ് ഗവൺമെൻറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് എന്നുള്ളതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫെക്റ്റ് ഗവൺമെൻറ് എന്താണ് എന്നുള്ളത് പറയാനാണ്. അദ്ദേഹത്തിൻ്റെ പെർഫെക്റ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, ആനുപാതിക പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഗവൺമെൻറ് സംവിധാനമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു യൂട്ടിലിറ്റേറിയനിസം ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് മാത്രം നോക്കാൻ, അതായത് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നുള്ളത് നോക്കുമ്പോൾ മൈനോറിറ്റീസിന് പ്രാധാന്യം ഉണ്ടാവില്ല എന്നുള്ളൊരു വിമർശനം ഈ ഒരു യൂട്ടിലിറ്റേറിയനിസത്തിനെതിരെ, അതായത് ജർമ്മി ബന്ധാവിൻ്റെ യൂട്ടിലിറ്റേറിയനിസത്തിനെതിരെ വന്നിരുന്നു. അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ്, അതായത് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് എന്ന് പറയുമ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ് എന്നുള്ളതാണ്. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സെൽഫ് ഗവൺമെൻറ് സ്വയം ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സെൽഫ് ഗവൺമെൻറ്റിന് അദ്ദേഹം എന്ത് ചെയ്യാൻ പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. Mill expressed his views on representative government by saying that we can only decide which the best form of government is by investigating which form of government fulfills most passably the purpose of government. Mill specified that the good government executed two functions. അപ്പോൾ അദ്ദേഹം വിവിധ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്റാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രീതി. ബെസ്റ്റ് ഗവൺമെൻറ്റിന് അദ്ദേഹം വിവിധ തരത്തിലുള്ള ഫങ്ഷൻസ് വെക്കുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് യൂസ് ഇൻ ദ എക്സിസ്റ്റിംഗ് ക്വാളിറ്റീസ് ആൻഡ് സ്കിൽസ് ഓഫ് ദി സിറ്റിസൺസ് ടു ബെസ്റ്റ് സെർവ് ദെയർ ഇൻട്രസ്റ്റ്. അപ്പോൾ ജനങ്ങളുടെ ക്വാളിറ്റീസിനും അവരുടെ സ്കിൽസിനും അനുസരിച്ചിട്ട് അവർക്ക് ബെസ്റ്റ് സെർവ് ചെയ്യുന്ന, അവരുടെ ഇൻട്രസ്റ്റിന് കൂടുതൽ, അവരുടെ ഹാപ്പിനെസ്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ബെസ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ബെസ്റ്റ് സർവീസ് നൽകുന്ന സ്റ്റേറ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് ഇംപ്രൂവ് ദി മോറൽ, ഇൻ്റലക്ച്വൽ ആൻഡ് ആക്റ്റീവ് ക്വാളിറ്റീസ് ഓഫ് ദി സിറ്റിസൺസ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ദി മോറൽ, ഇൻ്റലക്ച്വൽ ആൻഡ് ആക്റ്റീവ് ക്വാളിറ്റീസ്, സമൂഹത്തിൽ മോറലായിട്ടുള്ളതും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ക്വാളിറ്റീസിനെ കൂടുതൽ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. A tyrannical government may fulfill the first purpose but will fail in the second. Only a representative government. അപ്പോൾ ഒരു ടിറണിയെ അദ്ദേഹം എന്ത് ചെയ്യാണ്, കൂടുതൽ പ്രാധാന്യത്തോടെ കാണുകയാണ്. അങ്ങനെ ഈ അത്തരത്തിലുള്ള ഒരു ഗവൺമെൻറ് പരാജയപ്പെട്ടാൽ അദ്ദേഹം എന്ത് പറയുന്നു, റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്റിന് കൂടുതൽ പ്രാധാന്യം, അതായത് എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തിനും നമ്മൾ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഉൾപ്പെടുത്തിയുള്ള റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്റിന് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് ദാറ്റ് കമ്പൈൻസ് വൈസ്ലി ടു പ്രിൻസിപ്പിൾസ്. അദ്ദേഹം റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് തന്നെ ടു പ്രിൻസിപ്പിളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഓഫ് പാർട്ടിസിപ്പേഷൻ ആൻഡ് കോമ്പറ്റൻസ് വിച്ച് ഈസ് ഏബിൾ ടു ഫുൾഫിൽ ദ ടു ഫങ്ഷൻസ് ടു ഷീൽഡ് ആൻഡ് എഡ്യൂക്കേറ്റ് ദ സിറ്റിസൺ. അദ്ദേഹം അതിൽ പ്രധാനമായിട്ടും സിറ്റിസൺസിനെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് മില്ല് മുന്നോട്ട് വെക്കുന്നുണ്ട്. Mill consider representative democracy as compulsory for development as it permits citizens to use and develop their faculties fully. അപ്പോൾ അദ്ദേഹം റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്റിന് ഒരു സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിക്കാണ്. അതായത് എല്ലാവരുടെയും ഡെമോക്രസി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു കൺസെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഗവൺമെൻറ് സംവിധാനത്തെയാണ് അദ്ദേഹം റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിലൂടെ പറയുന്നത്.
അങ്ങനെയുള്ള ഒരു കളക്റ്റീവ് സിസ്റ്റമാണ് അദ്ദേഹം. ഈ എൻകറേജ്ഡ് വിർച്വൽ ഇൻ്റലിജൻസ് ആൻഡ് എക്സലൻസ്. അദ്ദേഹം വിർച്വൽ ഇൻ്റലിജൻസിനും എക്സലൻസിനും പ്രാധാന്യം നൽകിയിട്ട് ഹി ആൾസോ പെർമിറ്റഡ് the education of citizen, providing an efficient opportunity for conducting the collective affairs of community. അപ്പം കൃത്യമായിട്ട് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക, പെർമിറ്റ് ദ എഡ്യൂക്കേഷൻ ഓഫ് സിറ്റിസൺസ്, പൗരന്മാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊവൈഡിങ് ആൻഡ് എഫിഷ്യൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ കണ്ടക്ടിങ് ദ കളക്റ്റീവ് അഫയേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി. അപ്പോൾ കമ്മ്യൂണിറ്റിയെ വ്യക്തമായ രീതിയിൽ ഒരു കളക്റ്റീവായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം അവരുടെ സിറ്റിസൺസ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. Interaction between individual in a democracy ensured the possibility of the emergence of the sensible and recognition of the best leaders. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെമോക്രസിയെക്കുറിച്ച്, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയെക്കുറിച്ച് വിവിധ തരത്തിലുള്ള ആശയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. എഡ്യൂക്കേറ്റ് പബ്ലിക്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. എഡ്യൂക്കേറ്റ് പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. എറ്റേണൽ വിജിലൻസ് ഈസ് ദി പ്രൈസ് ഓഫ് ലിബർട്ടി. പിന്നെ മോർ വോട്ട് വെയിറ്റേജ് ടു ഇൻ്റലിജൻറ്റ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്കും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ മോർ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. വോട്ടിംഗ് ബൈ ഓപ്പൺ ബാലറ്റ്, അദ്ദേഹം ഓപ്പൺ ബാലറ്റ് സിസ്റ്റമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതി. സെക്കൻഡ് ചേംബർ ഓഫ് റെപ്രസെൻറ്റ് മൈനോറിറ്റി, അതായത് മൈനോറിറ്റീസിന് കൂടുതൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ പ്രപ്പോസൽ അനുസരിച്ചുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. റൈറ്റ് ടു വോട്ട്, വുമൺസിന് വോട്ട് ചെയ്യാനുള്ള അധികാരം വേണം. നോ സാലറി ടു MP. ഇൻഡയറക്റ്റ് എലക്ഷൻസ് വേണം. പിന്നെ എക്സ്പെൻസസ് ഓൺ എലക്ഷൻ ഷുഡ് ബി ബൈ ഗവൺമെൻറ്. അപ്പോൾ എന്താണ്, ഗവൺമെൻറ് എന്ത് വഹിക്കണം, അതിൻ്റെ എക്സ്പെൻസസ് വഹിക്കണം. പ്രൊഫഷണൽ പബ്ലിക് സർവൻസ് ത്രൂ കമ്പറ്റേറ്റീവ് എക്സാംസ് ഹി വാസ് റിലക്റ്റൻറ്റ് ഡെമോക്രാറ്റ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഓഫീസർമാരെയും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനെയൊക്കെ തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ പബ്ലിക് സർവൻസിനെ തിരഞ്ഞെടുക്കേണ്ടത് എക്സാമുകളിലൂടെ, കോമ്പറ്റേറ്റീവ് എക്സാമിലൂടെ ആയിരിക്കണം. ഹി വാസ് എ റിലക്റ്റൻറ്റ് ഡെമോക്രാറ്റ്. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ഡെമോക്രസിയെ പിന്തുണച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി അദ്ദേഹം ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അദ്ദേഹം ഏതൊക്കെ രീതിയിലാണ് വുമൻസിൻ്റെ അവസ്ഥക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. Another masterpiece of Joyce Mill was The Subjection of Woman of 1869. അദ്ദേഹം 1869 The Subjection of Woman എന്നുള്ളൊരു റൈറ്റിങ്സിലൂടെ അദ്ദേഹം പറയുന്നത്, seemingly published the late in the life order to avoid debates that would lessen the impact of his other works, was considered as excessively radical Mill on period, but was not appreciated as a classic statement of liberal feminism. അദ്ദേഹം ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഏതൊക്കെ രീതിയിൽ സ്ത്രീകളുടെ അവസ്ഥയിൽ മാറ്റം വരുത്തണമെന്നും എന്തെല്ലാം അവർക്ക് അനുവദിച്ചു കൊടുക്കണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. ബിൽ ഡിബേറ്റഡ് ദാറ്റ് ഇറ്റ്സ് ഫ്രീഡം ഇസ് ഗുഡ് ഫോർ മെൻ ദെൻ ഇറ്റ് ഈസ് ഫോർ വുമൺ ടു. അദ്ദേഹം ഫ്രീഡം എന്നുള്ളത് വുമൻസ്, അതായത് മെൻസിന് മാത്രമല്ല വുമൻസിനും, അതായത് എല്ലാവർക്കും ഒരുപോലെ ഈക്വൽ ആയിട്ട് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസം, മറ്റു കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ തിയറീസ് വ്യക്തമായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള, അതായത് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്ന് മാറിയിട്ട് ഒരു ഈക്വൽ കൺസിഡറേഷൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള വുമൻസുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ആശയങ്ങൾക്കും വേണ്ടി നിലനിൽക്കുന്നുണ്ട്. ഹീ പ്ലീഡഡ് ഫോർ ഈക്വൽ റൈറ്റ്സ്, എഡ്യൂക്കേഷൻ ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ഈക്വൽ റൈറ്റ്സിന് വേണ്ടിയിട്ടും ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ എംപ്ലോയ്മെൻറ്റ്. കൃത്യമായിട്ട് തൊഴിലുകളിൽ ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അതിനെക്കുറിച്ചൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം നിലനിൽക്കുന്ന മറ്റു പ്രധാനപ്പെട്ടതാണ് റൈറ്റ് ടു വോട്ട്. കൃത്യമായിട്ട് വോട്ട് സംവിധാനം, കൃത്യമായിട്ട് വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം, അതിൽ
മത്സരിക്കുവാനുള്ള അവകാശങ്ങളൊക്കെ വുമൻസിനും മെൻസിനൊക്കെ ഈക്വലായിട്ട് കിട്ടണം എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഈക്വൽ റിലേഷൻസ് ബിറ്റ്വീൻ സെക്സസ് ഇൻ ഫാമിലീസ് ആൻഡ് സൊസൈറ്റിയിലും ഫാമിലിയിലൊക്കെ, അതായത് ആൺപെൺ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ലീഗൽ ഈക്വാലിറ്റി, കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഇക്വാലിറ്റി അദ്ദേഹം, അതായത് നിയമം മൂലം ഇക്വാലിറ്റി കൊണ്ടുവരണം എന്നുള്ളതും പറയുന്നുണ്ട്. വുമൻസ് ഇൻഫീരിയോറിറ്റീസ് ഇറാഷണൽ, അതായത് വുമൻ ആണുങ്ങൾ സമൂഹത്തിൽ മുകൾ തട്ടിലാണെന്നും അല്ലെങ്കിൽ സ്ത്രീകൾ താഴെ തട്ടിലാണെന്നും എന്നുള്ളത് അത്തരം തരത്തിലുള്ള തിയറികൾ അദ്ദേഹം ഇറാഷണലായിട്ടാണ് കണക്കാക്കുന്നത്, അധാർമികമായിട്ട് എന്ത് ചെയ്യാണ് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രോപ്പർട്ടി റൈറ്റ് ടു വുമൻസിന് പ്രോപ്പർട്ടി റൈറ്റ് കൊടുക്കണം. ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്, സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക. ഇക്വാലിറ്റി ബിറ്റ്വീൻ സെക്സസ് ആഫ്റ്റർ മാരേജ്, വിവാഹത്തിന് ശേഷവും ഇക്വാലിറ്റി വേണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. പബ്ലിക് സ്ഫിയർ ഫോർ വുമൻസിന് എന്ത് ചെയ്യണം, പബ്ലിക് സ്ഫിയറിൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ബെന്താമും ജയസ്മിലും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറയുന്നത്. കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ജെഎസ് മില്ലും അദ്ദേഹത്തിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ട് ബെന്താമിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. കൂടെ അദ്ദേഹം ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു എന്നുള്ളതും ആർഡൻറ്റ് ഡെമോക്രാറ്റ്, അതായത് പ്രധാനപ്പെട്ട ഒരു ഡെമോക്രാറ്റ് ആയിരുന്നു എന്നുള്ളതും നമ്മൾ പറഞ്ഞു. റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്റിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. അതോടൊപ്പം വിവിധ തരത്തിലുള്ള ഈ ക്വാണ്ടിറ്റി എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലിബർട്ടി ഏത് രീതിയിൽ വരണം എന്നുള്ളതും, സെൽഫ് റിഗാർഡിങ് ആക്ഷൻസും അതർ റിഗാർഡിങ് ആക്ഷൻസും എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.